സ്വന്തം ഭാര്യയെ പ്രണയിക്കാൻ മനസ്സിലാത്തത് വേറൊന്നും കൊണ്ടല്ല. പണ്ടാരോ പറഞ്ഞതുപോലെ പുരുഷന് സ്വന്തം ഭാര്യ ബലവും അന്യന്റെ ഭാര്യ ബലഹീനതയുമാണ്. ഭാര്യ എത്ര അണിഞ്ഞൊരുങ്ങിയാലും ഭർത്താവ് പലപ്പോഴും നല്ല വാക്കുകൾ ഒന്നും തന്നെ പറയാറില്ല. മറ്റൊരുവൾ ചെറിയൊരു പൊട്ടു തൊട്ടാൽ പോലും അവസരം കിട്ടിയാൽ പുകഴ്ത്താൻ മറക്കാറുമില്ല. ഭാര്യ ഉണ്ടാക്കിയ ഭക്ഷണം വെട്ടി വിഴുങ്ങിയിട്ട് കുറ്റം പറയും. അതേ ആൾ തന്നെ കൂട്ടുകാരന്റെ വീട്ടിൽ വിരുന്നിന് പോയാൽ അവന്റെ ഭാര്യ ഉണ്ടാക്കിയ അച്ചാറിന്റെ രുചി വിളിച്ചു പറയാൻ ഒരു മടിയും കാണിക്കുകയുമില്ല. സ്വന്തം ഭാര്യയുടെ ആർത്തവം ശ്രദ്ധിക്കാറില്ല, പാടുണ്ടോ എന്ന് നോക്കാറില്ല. എന്നാൽ അന്യ സ്ത്രീകൾ എഴുതുന്ന ആർത്തവ പോസ്റ്റുകൾക്കും ലേഖനങ്ങൾക്കും സപ്പോർട്ട് ഉളുപ്പില്ലാതെ കൊടുക്കുകയും ചെയ്യും. കെട്ടിയവൻ അന്യ സ്ത്രീകളോട് കത്തി വെച്ചാൽ അത് ഫ്രണ്ട്ഷിപ്പ് അല്ലയോ? ഭാര്യ ഏതെങ്കിലും പുരുഷ സുഹൃത്തിനെ വിളിച്ചാൽ പിന്നെ അവിഹിതമായി സംശയമായി. ഭാര്യയുടെ ഇഷ്ടങ്ങൾ, വിനോദങ്ങൾ, കഴിവുകൾ, അവൾക്ക് ഇഷ്ടമുള്ള ആഹാരം, വസ്ത്രം, ചെരുപ്പ് ഒന്നും അറിയില്ല. അറിഞ്ഞാലും വില കൽപ്പിക്കില്ല. എന്നാൽ അന്യ സ്ത്രീകളുടെയും അവളുടെ അനീതിമാരുടെയും ഒക്കെ ഇഷ്ടങ്ങൾ എന്തിനേറെ പറയുന്നു, അവരുടെ ചെരുപ്പിന്റെ ബ്രാൻഡ് വരെ ചിലർക്കറിയാം. മറ്റുള്ള സ്ത്രീകളുടെ സ്വാതന്ത്ര്യത്തിനായി, ജീവിത വിമിട്ടങ്ങൾക്കായി മരിക്കും. സ്വന്തം ഭാര്യ ചോദിക്കാതെ അയൽപ്പക്കത്തെ വീട്ടിൽ കയറിയാൽ കഥ കഴിഞ്ഞു. ഇത്രയൊക്കെ കേൾക്കുമ്പോൾ നിങ്ങൾ ചോദിക്കും, സ്ത്രീകൾ ഇങ്ങനെയൊന്നും ചെയ്യാറില്ലേ എന്ന്. ഉണ്ട്. സ്വന്തം പാർട്ണറുടെ ഇഷ്ടങ്ങൾ ഒന്നും അറിയാതെ, അവരുടെ സ്വപ്നങ്ങൾ അറിയാതെ ആൺ സുഹൃത്തുക്കളുടെ സ്വപ്നങ്ങൾക്കും ഇഷ്ടങ്ങൾക്കും സപ്പോർട്ട് ചെയ്യുന്ന സ്ത്രീകളും നമുക്ക് ചുറ്റുമുണ്ട്. വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ വലിയ സ്വപ്നങ്ങളാകും ഒരു വ്യക്തിയുടെ മനസ്സിൽ ഉണ്ടാവുക. സന്തോഷകരമായ കുടുംബ ജീവിതം എന്നാൽ ഭാര്യയും ഭർത്താവും പരസ്പരം സ്നേഹിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന അന്തരീക്ഷമാണ്. പരമ്പരാഗത രീതിയിൽ നിന്നുള്ള കാലാനുസൃത മാറ്റം ഇന്ന് കുടുംബ ജീവിതത്തിലും അവരുടെ വ്യക്തികൾക്ക് കിട്ടേണ്ട പ്രാധാന്യത്തിലും വന്നിട്ടുണ്ട്. അത് ഈ കാലത്ത് സംതൃപ്തമായ ജീവിതം നയിക്കാൻ ആവശ്യവുമാണ്. ഇന്ന് ഭാര്യയും ഭർത്താവും ജോലി ചെയ്ത് ഒരുപോലെ കുടുംബത്തിന്റെ സാമ്പത്തികവും കുട്ടികളുടെ കാര്യവും എല്ലാം ഏറ്റെടുത്ത് ചെയ്യുമ്പോൾ പുരുഷൻ സ്ത്രീ എന്ന വ്യത്യാസം മുൻകാലങ്ങളെ അപേക്ഷിച്ച് കുറയും. നമ്മെ കംഫർട്ടബിൾ ആക്കുന്ന ഒരാൾക്കൊപ്പം സമയം ചെലവഴിക്കാനായിരിക്കും എല്ലാവരും ആഗ്രഹിക്കുന്നത്. കംഫോർട്ട് എന്ന വാക്കുകൊണ്ട് എന്താണ് അർത്ഥമാക്കുന്നത്? കുടുംബജീവിതത്തിൽ ഒരാൾ അനുസരിപ്പിക്കുന്നയാളും മറ്റൊരാൾ അനുസരിക്കേണ്ട ആളും എന്നല്ല. രണ്ടുപേർക്കും അവരുടേതായ ഇഷ്ടങ്ങളും വ്യക്തി സ്വാതന്ത്ര്യവും ഉണ്ട്. ഒരു കാര്യം തീരുമാനിക്കണമെങ്കിൽ അത് മറ്റൊരാളുടെ വികാരത്തെ അമിതമായി വ്രണപ്പെടുത്തുന്നില്ല, മറ്റൊരാൾക്ക് അത് വലിയ ദോഷമായി ഭവിക്കുന്നില്ല എങ്കിൽ അത് അയാൾക്ക് ചെയ്യാൻ കഴിയും. ഒരുപാട് ആലോചിച്ചു കൂട്ടി വളരെ ശ്രദ്ധിച്ചു മാത്രമേ പങ്കാളിയോട് സംസാരിക്കാൻ കഴിയുകയുള്ളൂ എന്നിരിക്കട്ടെ. അങ്ങനെ ഒരു ബന്ധം സംതൃപ്തി നൽകുന്നതായിരിക്കുമോ? അപ്പോൾ എന്താണ് പുതിയ തലമുറ പ്രതീക്ഷിക്കുന്നത്? പരസ്പരം സ്നേഹിക്കാൻ കഴിയണം, തുറന്നു സംസാരിക്കാൻ കഴിയണം, ബുദ്ധിമുട്ടുണ്ടാകാത്ത തീരുമാനങ്ങൾ എടുക്കാൻ കഴിയണം. സ്വാതന്ത്ര്യമാണ് പുതുതലമുറ മറ്റേതൊരു കാര്യത്തിലും എന്നതുപോലെ വിവാഹ ജീവിതത്തിലും ആഗ്രഹിക്കുന്നത്. ആ സ്വാതന്ത്ര്യത്തിനർത്ഥം ആത്മാർത്ഥത കൈവിടാതെ വ്യക്തി സ്വാതന്ത്ര്യം ആസ്വദിച്ച് മുന്നോട്ട് പോവുക എന്നത് തന്നെയാണ്.